ഈ ഭൂമിയിലെ രാജാക്കന്മാരെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനെ പഴയൊരു മൂവി ഉണ്ടായിരുന്നല്ലോ ലാലേട്ടൻ്റെ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരെ ഓർമ്മ വരുന്നുണ്ടാവല്ലേ? അതുപോട്ടെ, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ രാജാക്കന്മാരെ കുറിച്ച് അറിയാവോ? ആരായിരിക്കും സോഷ്യൽ മീഡിയയിലെ രാജാക്കന്മാർ? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും അല്ലേ? അപ്പോൾ നല്ല നല്ല കോണ്ടൻസ് ഒക്കെ തരുന്ന ആൾക്കാർ, പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ആവുമോ ഈ സോഷ്യൽ മീഡിയയിൽ രാജാക്കന്മാർ? നിങ്ങൾക്കറിയാവോ, ഈ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്ന ഒരു മാഫിയ തന്നെയുണ്ട്. ആരൊക്കെ എന്തൊക്കെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്താലും, ഏതൊക്കെ സെലിബ്രിറ്റീസ് ഇറങ്ങിയാലും, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും, ഇവിടെ ആര് വാഴണം ആര് വീഴണമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ മാഫിയുണ്ട്. നിങ്ങൾക്കറിയാവോ അവർ ആരാണെന്ന്? അവരല്ലേ നമ്മുടെ കമൻറ്റ് തൊഴിലാളികൾ, സോറി കമൻറ്റ് മുതലാളിമാരെന്നേ പറയാൻ പറ്റൂ. ഇവരില്ലാതെ എന്ത് സോഷ്യൽ മീഡിയ അല്ലേ? ഇവർ അത്ര ചില്ലറക്കാരൊന്നും അല്ല. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുത്താൻ ഞെക്കിക്കൊല്ലും എന്ന് പറയുന്ന ടീംസാണ്. ഇഷ്ടപ്പെട്ടവരെ വാനോളം പുകഴ്ത്താനും വെറുത്തവരെ ചവിട്ടി അങ്ങ് പാതാളത്തിലേക്ക് അയക്കാനും ഇവരെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ രാജകുമാരോട് കളിക്കുമ്പോൾ കുറച്ച്